വെയിലൊക്കെ ഒന്ന് തെളിഞ്ഞപ്പോൾ വെറുതെ നമ്മുടെ സൺറൂമിന്റെ വെളിയിലെ കാഴ്ചകളിലേക്ക് ഞാനൊന്ന് കണ്ണോടിച്ചപ്പോഴാണ് നമ്മുടെ പുറത്തൊരു കാഴ്ച കണ്ടിട്ട് കലമാഞ്ചി മരം ഉണ്ടല്ലോ. അതങ്ങനെ പഴുത്ത് തുടുത്ത് കൊലച്ചങ്ങനെ കിടക്കുവാണ്. എന്തിനേലും ഉപയോഗിക്കണ്ടേ? Okay. എപ്പോഴും അതിങ്ങനെ കൊലച്ച് പഴുത്ത് നാശമായി പോവാറാണ്. അപ്പൊ ഇന്ന് ഞാൻ കുറച്ച് പറിക്കാൻ തീരുമാനിച്ചു. കുറേയൊക്കെ മുകളിൽ നിന്നുള്ളത് പറിച്ചു, ബാക്കി കൈ എത്തുന്നതും പറിച്ചെടുത്തു. നമുക്കിതൊന്ന് അച്ചാറിട്ട് നോക്കാമെന്നാണ് വിചാരം. മതി. അച്ചാറിട്ട് എങ്ങനെ ഇരിക്കും അറിയാമല്ലോ. ഏതായാലും ഇത് വെറുതെ ഇങ്ങനെ പോവല്ലേ. ഇത്രയും മതി. നമുക്ക് അച്ചാറിട്ട് നോക്കാം. ഇത്രയും പോരെ? ഇതിഷ്ടം പോലെയുണ്ട്. എന്നോട് ഒരാൾ പറഞ്ഞത് നമുക്ക് അച്ചാറിടാന്ന്. അപ്പോൾ നമുക്കൊന്ന് അച്ചാറിട്ട് നോക്കാം ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ തൊലിക്കാണ് മധുരം, അകത്ത് പുളിയാണ്. ഇതൊന്ന് നല്ല പുളിയാകത്ത്, പക്ഷെ തൊലിക്ക് മധുരമാണ്. അപ്പോൾ ഇതിന് നമുക്ക് അച്ചാറിട്ട് എങ്ങനെ ഇരിക്കും നോക്കാം. പകുതിയായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഞാൻ. ഇത് നമ്മൾ വാട്ടിയൊന്നുമില്ല, കാരണം അതിൻ്റെ സ്കിന്നിന് വലിയ ഇതൊന്നുമില്ല, കട്ടിയൊന്നും ഇല്ലല്ലോ. നമ്മുടെ സ്വന്തം കറിവേപ്പില, സ്വന്തം കാന്താരിയൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഏതായാലും ഉലുവ, മുളക് ഇതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം ഇതിനകത്ത് ചേർത്ത് നമ്മളുടെ അച്ചാർ റെഡിയാക്കുവാണ്. ഇനി നമ്മൾ കുറച്ച്, എനിക്ക് തോന്നുന്നു കുറച്ച് 2 ദിവസം കഴിയുമ്പോഴായിരിക്കും ഇതിൻ്റെ ടേസ്റ്റ്. എന്നാലും ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുവാണ്. ഇത് കണ്ടിട്ട് എനിക്ക് കൊതി സഹിക്കാൻ പറ്റുന്നില്ല, വായിക്കൂടെ വെള്ളം വരുന്നുണ്ട്. അതുകൊണ്ട് ഇതാ ഞാൻ പാത്രം നീട്ടി നിൽക്കുവാണ്. ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതറത്ത് നോക്കട്ടെ. അടിപൊളിയാണ്. ഇത് ഇത്ര നല്ലതെന്ന് എനിക്കറിയില്ല.